ഹേ ഗൈസ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബേബി ഫുഡാണ്. ബേബി പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ എന്ന് പറയും. അപ്പോൾ 8 മാസം കഴിഞ്ഞ കുട്ടിക്ക് ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് 9 മാസമായപ്പോൾ നിങ്ങളിങ്ങനെ കൊടുത്തു നോക്ക്, കുട്ടിക്ക് നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫുഡ്, കുട്ടിക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ആൽമണ്ടും കാഷ്യൂവും വാൾനട്ടും പിസ്തയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പീനട്ട് കാര്യങ്ങൾ, എക്സ്ട്രാ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും നിങ്ങൾക്ക് കുട്ടികൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കുറച്ചാണ് വാങ്ങിയിട്ടുണ്ട്, കാരണം ആദ്യം ഇവൾ കൊടുക്കുന്ന സമയത്ത് കഴിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയ ശേഷം ഞാൻ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ ഒഴിക്കുന്നുണ്ട്. ഗീ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സാധാരണ നോർമലായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാം. ഞാൻ ഗീ ഒഴിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗീ ഒഴിച്ചതിന് ശേഷം ഞാൻ പാനിൽ ഫുള്ളൊന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ബദാം ഇട്ടു, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൽമണ്ട് നിങ്ങൾക്ക് പീൽ ഓഫ് ചെയ്യണമെങ്കിൽ പീൽ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ പീൽ ഓഫ് ചെയ്തിട്ടില്ല. അങ്ങനെ ആൽമണ്ടും റോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പിസ്തയും കാഷ്യൂവും വാൾനട്ടൊക്കെ ഓരോന്നായിട്ട് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് നല്ലോണം റോസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തത്. പിന്നെ കരിഞ്ഞു പോകാണ്ട് നിങ്ങൾ നോക്കണം. എന്താ പറയുക, ഫ്ലെയിം ഒന്ന് സ്ലോയിൽ വെച്ചിട്ട്, ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഗീ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഇത് കുറച്ച് തിക്കായിട്ടാണ് എനിക്ക് കിട്ടുക. ഒന്ന് ജാറിലിട്ട് പൊടിക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടാണ് കിട്ടുക. പിന്നെ ഫൈൻ പൗഡറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗീ ഒന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ജാറിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത പാട് പൊടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വിതറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വേഗം ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ജാറിലിട്ട് പൊടിച്ചത്. പിന്നെ എൻ്റെത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഗീ ഇട്ടത് കൊണ്ട് തന്നെ എൻ്റെ പൗഡർ കുറച്ച് തിക്കായിരിക്കും. നിങ്ങൾക്ക് ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമ്മളെ ബേബി ഫുഡ് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ലൂസായിട്ടുള്ള ക്യാപ്പൊക്കെ ഉള്ള ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫുഡ് വേഗം മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കഴിയുന്നതും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുക. പിന്നെ ഗീയൊക്കെ ഇട്ടതാണെങ്കിൽ വേഗം അത് തീർക്കാൻ നോക്കാം കേട്ടോ, 1 വീക്കിനുള്ളിൽ തന്നെ. കാരണം ഗീയൊക്കെ ഇട്ടതുകൊണ്ട് നമ്മുടെ ഫുഡ് മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് വേഗം കുട്ടിക്ക് കൊടുക്കാൻ നോക്കുക, എല്ലാ ഡേയ്സും ഒന്ന് കൊടുക്കാൻ നോക്കാം. പിന്നെ ഇത് കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇത് ചെയ്യാം. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുറുകിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു കപ്പ് പോലും വേണ്ട, അരക്കപ്പും വേണ്ട, കുറച്ചൊരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ ആക്ച്വലി ഞാൻ 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് മാത്രം ഇട്ടിട്ടൊന്ന് കുറുകിയെടുത്താൽ മതി. പിന്നെ കുറുകുന്ന സമയത്ത് നമ്മൾ ഇളക്കാണ്ട്, കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ അതവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതവിടെ അടിയിൽ പറ്റി പിടിക്കും. അപ്പം നമ്മൾ ഇത് ഒന്ന് കുറുകി വരുന്നവരെ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്ന ലൂസും അല്ല, അതുപോലെ തന്നെ നന്ന തിക്കും അല്ലാത്ത പരുവത്തിൽ നിങ്ങൾ കുറുകിയെടുക്കണം. അപ്പം നമുക്കതിൻ്റെ ഒരു പരുവം നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. കുറച്ച് തിക്കായിട്ട് വരും. നമ്മളിങ്ങനെ കുറുക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടോ ഒരു തിക്നെസ് ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ തിക്നെസ് ആയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ അധികം തിക്നെസ്സും ഇല്ല, അധികം ലൂസും അല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എൻ്റെ മൂക്ക് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ അത് സേവ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ മൂക്ക് സ്റ്റീലിൻ്റെ ബൗളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ചൂടുള്ളത് ഡയറക്റ്റായിട്ട് നമുക്ക് അവളെ പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ.